തലനരക്കുകയല്ല എന്റെ വൃദ്ധത്വം, തലനരക്കാത്തതല്ല എന്റെ യുവത്വവും. കൊടിയ ദുഷ്പ്രഭുത്വത്തിൻ തിരുമുമ്പിൽ തലകുനിക്കാത്തതാണെന്റെ യൗവനം, തലകുനിക്കാത്തതാണെന്റെ യൗവനം. വി എസ് അച്യുതാനന്ദൻ, വേലിക്കകത്ത് ശങ്കരൻ അച്യുതാനന്ദൻ, കേരള രാഷ്ട്രീയത്തിലെ ഒരു പ്രമുഖ വ്യക്തിത്വവും മുൻ മുഖ്യമന്ത്രിയുമാണ്. 1923 ഒക്ടോബർ 20 ആലപ്പുഴയിലെ പുന്നപ്രയിൽ ജനിച്ച അദ്ദേഹം തന്റെ ജീവിതം കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിനായി സമർപ്പിച്ച ഒരു നേതാവാണ്. സമരം തന്നെ ജീവിതം എന്ന് വിശേഷിപ്പിക്കാവുന്ന ഒരു പോരാട്ടവീര്യം അദ്ദേഹത്തിനുണ്ടായിരുന്നു. പ്രധാന വിവരങ്ങൾ: ജനനം 1923 ഒക്ടോബർ 20, പുന്നപ്ര, ആലപ്പുഴ. വിദ്യാഭ്യാസം 7ാം ക്ലാസ് വരെ മാത്രം ഔദ്യോഗിക വിദ്യാഭ്യാസം നേടി. രാഷ്ട്രീയ പ്രവേശം ട്രേഡ് യൂണിയൻ പ്രവർത്തനങ്ങളിലൂടെ രാഷ്ട്രീയത്തിലെത്തി. 1939 സ്റ്റേറ്റ് കോൺഗ്രസിൽ ചേർന്നു. 1940 കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ അംഗമായി. പ്രധാന പദവികൾ: കേരള മുഖ്യമന്ത്രി 2006 മുതൽ 2011 വരെ കാലഘട്ടത്തിൽ കേരളത്തിന്റെ 20ാമത്തെ മുഖ്യമന്ത്രിയായിരുന്നു. 82ാം വയസ്സിൽ മുഖ്യമന്ത്രിയായ അദ്ദേഹം ഈ പദവിയിലെത്തുന്ന ഏറ്റവും പ്രായം കൂടിയ വ്യക്തിയായിരുന്നു. പ്രതിപക്ഷ നേതാവ് 3 തവണ പ്രതിപക്ഷ നേതാവായി സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. 1992 മുതൽ 1996 വരെ, 2001 മുതൽ 2006 വരെ. CPM സംസ്ഥാന സെക്രട്ടറി 1980 മുതൽ 1992 വരെ CPM സംസ്ഥാന സെക്രട്ടറിയായിരുന്നു. CPM പൊളിറ്റ് ബ്യൂറോ അംഗം 1985 മുതൽ 2009 വരെ CPM പൊളിറ്റ് ബ്യൂറോ അംഗമായിരുന്നു. നിയമസഭാംഗം 1967, 1970, 1991, 2001, 2006 വർഷങ്ങളിൽ നിയമസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടു. പ്രധാന സമരങ്ങൾ: പുന്നപ്ര വയലാർ സമരം ഉൾപ്പെടെ നിരവധി കമ്മ്യൂണിസ്റ്റ് പ്രക്ഷോഭങ്ങളിൽ പങ്കെടുത്തു. സ്വാതന്ത്ര്യസമരവുമായി ബന്ധപ്പെട്ട് 5.5 വർഷത്തോളം ജയിൽവാസം അനുഭവിച്ചിട്ടുണ്ട്. ഭാര്യ കെ. വസുമതി. മക്കൾ: ഒരു മകനും ഒരു മകളും. VSന്റെ രാഷ്ട്രീയ ജീവിതം ജനകീയ സമരങ്ങളാൽ നിറഞ്ഞതായിരുന്നു. പരിസ്ഥിതി പ്രശ്നങ്ങൾ, അഴിമതിക്കെതിരായ പോരാട്ടങ്ങൾ, കയ്യേറ്റങ്ങൾ ഒഴിപ്പിക്കൽ തുടങ്ങിയ നിരവധി വിഷയങ്ങളിൽ അദ്ദേഹം ശക്തമായ നിലപാടുകൾ സ്വീകരിച്ചു. 2006 മുഖ്യമന്ത്രിയായതിനുശേഷം മൂന്നാർ കയ്യേറ്റം ഒഴിപ്പിക്കൽ പോലുള്ള വിഷയങ്ങളിൽ അദ്ദേഹമെടുത്ത നിലപാടുകൾ ഏറെ ശ്രദ്ധിക്കപ്പെട്ടു. അടുത്തിടെ അദ്ദേഹത്തിന് വാർദ്ധക്യസഹജമായ അസുഖങ്ങൾ കാരണം സജീവ രാഷ്ട്രീയത്തിൽ നിന്ന് വിട്ടുനിൽക്കേണ്ടി വന്നിരുന്നു. 2025 ജൂലൈ 21 101 വയസ്സിൽ അദ്ദേഹം അന്തരിച്ചു. VS അച്യുതാനന്ദൻ എന്ന പേര് കേരള രാഷ്ട്രീയത്തിൽ എന്നും സമരങ്ങളുടെയും പോരാട്ടങ്ങളുടെയും പര്യായമാണ്. സാധാരണക്കാരുടെ അവകാശങ്ങൾക്കുവേണ്ടിയും അഴിമതിക്കെതിരെയും അദ്ദേഹം നടത്തിയ സമരങ്ങൾ ഏറെ ശ്രദ്ധേയമാണ്. അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ നടന്ന പ്രധാന സമരങ്ങളിൽ ചിലത് താഴെ കൊടുക്കുന്നു. VS അച്യുതാനന്ദൻ നയിച്ച പ്രധാന സമരങ്ങൾ: പുന്നപ്ര വയലാർ സമരം 1946. ദിവാൻ ഭരണത്തിനെതിരായ തൊഴിലാളി വർഗത്തിന്റെ ഐതിഹാസികമായ ഈ സമരത്തിൽ VS അച്യുതാനന്ദൻ സജീവമായി പങ്കെടുത്തു. ഈ സമരം അദ്ദേഹത്തിന്റെ ആദ്യകാല രാഷ്ട്രീയ ജീവിതത്തിലെ ഒരു നിർണായക അധ്യായമാണ്. സമരത്തിൽ പങ്കെടുത്തതിന് അദ്ദേഹത്തിന് ജയിൽവാസം അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട്. കർഷകത്തൊഴിലാളി സമരങ്ങൾ: ആലപ്പുഴ ജില്ലയിലും കുട്ടനാട്ടിലുമുണ്ടായിരുന്ന ജന്മിത്വത്തിനും കൂലി അടിമത്തത്തിനും ജാതി അടിമത്തത്തിനുമെതിരെ VS ശക്തമായ പോരാട്ടങ്ങൾക്ക് നേതൃത്വം നൽകി. 1970കളിൽ EMS സർക്കാർ പാസാക്കിയ ഭൂപരിഷ്കരണ നിയമം നടപ്പിലാക്കണമെന്നാവശ്യപ്പെട്ട് ആലപ്പുഴയിൽ നടന്ന പ്രഖ്യാപനത്തോടെ കേരളത്തിലെ ഭൂസമരങ്ങളിൽ അദ്ദേഹം മുൻപന്തിയിലായിരുന്നു. കർഷകർക്കുള്ള ഭൂവകാശത്തിനും പട്ടയത്തിനും വേണ്ടിയുള്ള പോരാട്ടങ്ങൾ ഈ വിഭാഗം ജനങ്ങളിൽ വലിയ സ്വാധീനം ചെലുത്തി. മുത്തങ്ങ സമരം 2003. ആദിവാസികളുടെ ഭൂമിക്കായുള്ള അവകാശപ്പോരാട്ടമായ മുത്തങ്ങ സമരത്തിൽ പ്രതിപക്ഷ നേതാവായിരിക്കെ VS അച്യുതാനന്ദൻ ശക്തമായ പിന്തുണ നൽകി. സമരക്കാരുടെ ആവശ്യങ്ങൾക്ക് പിന്തുണ പ്രഖ്യാപിച്ച് അദ്ദേഹം സമരഭൂമിയിലെത്തി. പ്ലാച്ചിമട സമരം: കൊക്കക്കോള കമ്പനിക്കെതിരെ പ്ലാച്ചിമടയിലെ ജനങ്ങൾ നടത്തിയ സമരത്തിന് VS പൂർണ്ണ പിന്തുണ നൽകി. കുടിവെള്ളം മലിനമാക്കുന്നതിനും ഭൂഗർഭജലം അമിതമായി ഊറ്റിയെടുക്കുന്നതിനും എതിരെ നടന്ന ഈ ജനകീയ പ്രക്ഷോഭത്തിൽ VS ജനങ്ങൾക്കൊപ്പം നിന്നു. എൻഡോസൾഫാൻ വിരുദ്ധ സമരം: കാസർഗോഡ് ജില്ലയിലെ എൻഡോസൾഫാൻ ദുരിതബാധിതർക്ക് നീതി ലഭിക്കുന്നതിനുവേണ്ടിയുള്ള സമരങ്ങളിൽ VS അച്യുതാനന്ദൻ വലിയ പിന്തുണ നൽകി. ഇത് ദേശീയതലത്തിൽ എൻഡോസൾഫാൻ നിരോധനത്തിന് വഴിയൊരുക്കി. അഴിമതി വിരുദ്ധ സമരങ്ങൾ: മുഖ്യമന്ത്രിയായിരുന്നപ്പോഴും പ്രതിപക്ഷ നേതാവായിരുന്നപ്പോഴും കേരളത്തിലെ അഴിമതികൾക്കെതിരെ VS ശക്തമായ നിലപാടുകളെടുത്തു. മണൽ മാഫിയ, ഭൂമാഫിയ തുടങ്ങിയവയ്ക്കെതിരെ അദ്ദേഹം നടത്തിയ പോരാട്ടങ്ങൾ ഏറെ ജനശ്രദ്ധ നേടി.
ഉദ്യോഗസ്ഥതലത്തിലെ അഴിമതിക്കെതിരെയും അദ്ദേഹം വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടുകൾ സ്വീകരിച്ചു. സൈബർ കുറ്റകൃത്യങ്ങൾക്കെതിരെയും സ്ത്രീ സുരക്ഷയ്ക്കായും മുഖ്യമന്ത്രിയായിരുന്ന കാലയളവിൽ സൈബർ കുറ്റകൃത്യങ്ങൾക്കെതിരെയും സ്ത്രീകൾക്കും കുട്ടികൾക്കുമെതിരെയുള്ള അതിക്രമങ്ങൾക്കെതിരെയും ശക്തമായ നടപടികൾ സ്വീകരിക്കുകയും ബോധവൽക്കരണ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുകയും ചെയ്തു. വി.എസ്. അച്യുതാനന്ദന്റെ ജീവിതം തന്നെ ഒരു സമരമായിരുന്നു എന്നാണ് പലരും വിശേഷിപ്പിക്കുന്നത്. ദാരിദ്ര്യത്തിൽ നിന്ന് ആരംഭിച്ച് തൊഴിലാളികളുടെ അവകാശങ്ങൾക്കുവേണ്ടി പോരാടി ഒടുവിൽ കേരളത്തിന്റെ മുഖ്യമന്ത്രി പദം വരെ എത്തിയ അദ്ദേഹത്തിന്റെ ജീവിതം അനീതിക്കെതിരായ പോരാട്ടങ്ങളുടെ ഉജ്ജ്വല മാതൃകയാണ്.